അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഒരു രസകരമായൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈബായിട്ടുള്ള എന്താ പറയുക, ഇപ്പം അന്നത്തെ കാലത്ത് യുവാക്കൾക്കൊക്കെ പറ്റിയ രീതിയിൽ ക്ലാസ് എടുക്കുന്നൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൻ്റെ ക്ലാസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. അപ്പോൾ അതിൻ്റെ മുമ്പ് നടക്കുന്നൊരു രംഗത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് ഇന്നിപ്പോൾ ഒരു വാഴ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലെന്തൊരു ദുആ ഉണ്ട് അത്ര, എനിക്കറിയാം, ഞാനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല, അറിയില്ല, സത്യം പറഞ്ഞ ഒന്നും അറിയില്ല. പല സിനിമകൾ വെച്ച് അവിടെ നിന്ന് കേൾക്കുക എന്നല്ലാതെ. പക്ഷെ ഇതിലെന്തോ ഒരു ദുആ ഉണ്ട് അത്ര, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ആ ദുആക്ക് തിയേറ്ററിൽ നിന്ന് കുറച്ച് ചെക്കന്മാർ ആമീൻ പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ആമീൻ പറഞ്ഞത് ശരിയായില്ല. ആമീൻ എവിടുന്ന് നമുക്ക് ആമീനൊക്കെ ആമീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണി, നമുക്ക് നോക്കാം. സിനിമന്റെ പേര് വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്ട് ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. എന്നിട്ട് അവിടെ കുത്തുന്ന ചിർച്ചയാണ്, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിർച്ചിന് ഫോട്ടം കിട്ടിയോ? പോയമ്മ കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? വാഴ. അതിന് ചോദിക്കാം, അതൊന്നും പറഞ്ഞു എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചാൽ എനിക്ക് മറ്റന്നാളൊരു ക്ലാസ്സിന് ആവശ്യമുണ്ട്. വാഴ നിങ്ങൾ കേട്ടോ? പറയാൻ കേട്ടോ? ഞാൻ കേട്ടില്ല, എനിക്ക് ഒരാൾ വിട്ടെന്നാണ്. കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കും ഇങ്ങനെ തിരിച്ച് ആമീൻ പറഞ്ഞ ഫോട്ടോ കേൾക്കണം. അപ്പൊ എനിക്ക് കുട്ടിയുടെ വിഷയം തന്നെതാണ്, തിയേറ്ററിൽ പോയിട്ടാണല്ലോ തങ്ങളെ എനിക്ക് വിട്ടെന്നോ പറയണം. പണ്ടൊക്കെ തിയേറ്ററിൽ പോകാറുണ്ട്, അതിൽ സ്വകാര്യമായിട്ടും മറച്ചു വെച്ചോണ്ടും അങ്ങനെ. ഇപ്പൊ ആഘോഷിക്കേണ്ട ഫോട്ടോ വിടാൻ ആമീൻ പറഞ്ഞാൽ ചിരിച്ചാണ്ട് ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കാണ് സിനിമ തിയേറ്ററിൽ. അതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കരം അല്ലേ, കുറച്ച് ഭയങ്കര ഞെട്ടിക്കണ സംഭവമായിട്ട് എനിക്കൊരു നാടും വിട്ടെന്നാണ് ആ പോസ്റ്റ്. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, ആ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡൊക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉള്ള കാറൊക്കെ വിട്ടുണ്ടായി അത് തോന്നിയാസത്തിനൊക്കെ പോകുമ്പോ പിന്നെ ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഉസ്താദ് പറയാണ്, ഈ ഉസ്താദ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കള്ള് കുടിക്കുന്നിടത്ത് പോയിട്ട് ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, അത് എത്രത്തോളം ശരിയാണ്. അപ്പോൾ അതുപോലെ തിയേറ്ററിൽ പോയിട്ട് ആമീൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഇസ്തജീബ് എന്നർത്ഥം. ശരിക്കും ഇസ്തജീബ് എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ ഇനി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. അപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന വലിയൊരു സൽക്കർമ്മത്തിന് ശേഷം നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്ക് ആമീൻ. അതായത് ഏറ്റവും പ്രധാനമായി ആമീൻ എന്ന് പറയില്ല. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറയുക വലല്ലാലിൻ ആമീൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതിയിട്ട്. ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഓതിയിട്ട് പറയുന്ന ഒരു വാക്കാണ് ചെറിയ കുട്ടികൾ പോലും ആമീൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയേറ്ററിൽ പോയി പറയുന്നത്. അതിൽ അനുഭവം ഒരുത്തന്റെ കമന്റുകൾ നോക്കി ശ്രദ്ധിക്കട്ടോ. എനിവേ സംഭവം വാഴ 2 കാണാൻ പോയിട്ട് അവിടെ ആമീൻ പറഞ്ഞത് ഉസ്താദിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്താ ചെയ്യ ഉസ്താദേ, നമ്മൾ കുറച്ചൊന്ന് എവിടെ നിന്ന് പോയി സന്തോഷത്തോടെ സമ്പാദത്തോടെ ഇരുട്ടുമുറി പോയിട്ട് ഒന്ന് ചിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആട്ടെ. നിങ്ങളിപ്പോ ഈ സാധനം കണ്ടത് ഏതെങ്കിലും മൊബൈൽ പോയല്ലേ? ഈ മൊബൈൽ ഒന്നും പാടാണ് വലുതാക്കിയത്, ബിഗ് സ്ക്രീൻ ആകണത്. അതിൽ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞോണ്ടാ വിചാരിച്ചിട്ട് എഴുതി വെച്ചാ. അതായത് മൂപ്പര് പറയുന്നത്, മൂപ്പര് പേരൊക്കെ പേരുണ്ട്, ഷഫീഖ് ഖാസിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയ ഒരു നല്ല ചെറുപ്പക്കാരൻ. അള്ളാഹു നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ഹിദായത്തിൽ അള്ളാഹു വെടിർപ്പിച്ച് നിർത്തട്ടെ. നമ്മളെ ഈമാൻ അള്ളാഹു താല ഭദ്രമാക്കി തരട്ടെ. കാരണം ഒരു ദിവസം 5 വക്തിൽ 17 തവണ വിശ്വാസി ചോദിക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാ, പടച്ചോനെ ഞങ്ങൾ നേരായ മാർഗത്തിൽ നയിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നേരായ മാർഗത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ നമ്മുടെ പ്രധാനപ്പെട്ട എൻ്റെ സുഹൃത്തല്ല, എന്നാലും ഒരു സുഹൃത്തിനെ പോലെ കാണുന്ന ഷഫീഖ് ഖാസിമിനോട് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയാണ്, ഷഫീഖ് ഖാസിമിനോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും ഈ ഉസ്താദിനോട് ഈ രീതിയിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ മാറ്റണം. ഒന്ന് പ്രധാനപ്പെട്ട അവൻ പറയുന്നത് എന്താണ്, ഉസ്താദ് പറയുന്ന ഞങ്ങളിപ്പോൾ കാണുന്നത് ചെറിയ സ്ക്രീനിലാണ് ചെയ്ത്, ചെറിയ മൊബൈലിൽ. ഇത് വലുതാക്കിയ ബിഗ് സ്ക്രീൻ ആയിന്ന്. അതെന്തിനാ അപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്കി. നിങ്ങളിപ്പോ ഈ സാധനം കണ്ടത് ഏതെങ്കിലും മൊബൈൽ പോയല്ലേ? ഈ മൊബൈൽ ഒന്നും പാടാണ് വലുതാക്കിയത്, ബിഗ് സ്ക്രീൻ ആകണത്. അതെന്തിനാ അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പം എന്താണ്, ഉസ്താദ് വലിയ സ്ക്രീനിൽ കാണണമെന്നാണോ, അതോ ഉസ്താദ് സിനിമ കാണണമെന്നാണോ, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ക്യാമറ മാറ്റി വലിയൊരു സ്ക്രീന് പള്ളിയിൽ വെക്കണം എന്നാണോ, എന്താ ഉദ്ദേശിച്ചത് പോട്ടെ. ഏതായാലും ഇതിന് പറയുന്നത് വെച്ചാൽ മനുഷ്യന്മാർക്ക് ലോണ്, കടം, ഫീസ്, സ്കൂള്, പ്രയാസങ്ങൾ, അതിനൊക്കെ റിലാക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിനിമക്ക് പോകുന്നത്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ കുറച്ചും ചിലപ്പോ ഒരു മെന്റലി ഒന്ന് ഓക്കെ ആവും. ഇത് നേരം പോലത്തെ പാട്ടിനെയും പായരോ ലോണും കടവും കടക്കണിയും പിന്നെന്താ EMI, കുട്ടികളെ ഫീസ്, അത് ഇത് ചോറാ ടെൻഷനൊക്കെ നേരത്ത് റിലാക്സേഷന് വേണ്ടി ചിലപ്പോൾ സിനിമക്ക് പോകണം. ചിലപ്പോൾ ചില ആളുകൾ ഒറ്റ സിനിമ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ അതിൽ മാത്രമാണ് സുഖം എന്ന് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ അത് നമുക്ക് സത്യം അല്ലെങ്കിൽ സുഖമാണെന്ന് തോന്നുന്നത്. ഈ അടുത്തൊരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടു. അയാൾ പറയുന്നുണ്ട്, അയാൾ വയലിന് കൂട്ടാൻ ക്ഷണിക്കാൻ വേണ്ടി കുറച്ച് 3 ചെറുപ്പക്കാർ വന്നത്ര. കണ്ടാലും മുടിയെ കുറച്ചൊക്കെ നീട്ടിയൊരു ചെറുക്കനാ. അപ്പോൾ അവനോട് ഉസ്താദ് ചോദിച്ചു, ഈ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവനൊരു ജോലി പറഞ്ഞു. എന്നിട്ട് അവൻ പറയാണ്, ഉസ്താദ് ഞാൻ സുബഹിക്ക് 3:30 3 മണിക്കോ 4 മണിക്കോ ഇങ്ങനെ എഴുന്നേൽക്കും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു 1 2 ജുസ് 2 പേജല്ല സുബഹിക്ക് നല്ല
നല്ല ചൊറുചുറുക്കുള്ള എന്താ പറയുക യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തുളുമ്പി നിൽക്കുന്ന ആൺകുട്ടികൾ, നമ്മുടെ യുവാക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവൻ പറയാം 2 ജുസ് 3 ജുസ് സുബഹിന്റെ മുമ്പ് അവൻ ഓതി തീർക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, യുവാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു സിനിമ കാണലോ ഒരു റീൽസ് കാണലോ അല്ല സുഖം. അത് ഒരു വിഭാഗം ആളുകൾ അതിൽ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ആത്മീയമായ വശങ്ങൾ നേരിട്ടിട്ട് അള്ളാഹുവിന്റെ എന്താ പറയാ മധുരം കണ്ടെത്തുന്ന കോടിക്കണക്കിന് ആളുകളും ഈ ഭൂമിയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കിണറ്റിലെ തവള സിനിമ കാണുമ്പോൾ മാത്രമേ സന്തോഷം കിട്ടുന്നു. സിനിമാ തിയേറ്റർ അങ്ങനെ സന്തോഷം കിട്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ സിനിമാ തിയേറ്റർ മതിയാകുമായിരുന്നോ? ഇന്ത്യയിൽ 100 കോടിയോളം ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്ര സിനിമാ തിയേറ്റർ മതിയാകുമോ? അപ്പൊ അതൊക്കെ നമ്മൾ വെറുതെ വിഡിത്താണ്. പക്ഷേങ്കിൽ നിങ്ങളെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എല്ലാ സകലം ഇൻട്രസ്റ്റ് പിന്നെയും പോയി. എന്ത് ചെയ്താലും തെറ്റാണ് ഈ ലോകത്ത് പറഞ്ഞാൽ വല്ലാത്ത ആദ്യം. ചിലപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ നല്ല ഉഷാറായി പള്ളിക്ക് പോയി നല്ല ദീനിപരമായി നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അത് വേറെ കാര്യം. പിന്നെ ഒരു സുഹൃത്ത് പറയുന്നത്, പ്രിയപ്പെട്ട ഷഫീഖ് പറയുന്നത് എന്താ വെച്ചാൽ, എന്ത് ചെയ്താലും തെറ്റുന്ന ഉസ്താദ്മാർ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു ഉസ്താദും പറയുന്നുണ്ടാവില്ല ഒരു തെറ്റും. പ്രത്യേകിച്ച് ഈ അടുത്ത് പിന്നെ ഒരു പ്രഭാഷണം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും ഒരു ഉസ്താദ്, ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം നമ്മളെ ഒരു മതത്തിലെ പുരോഹിതന്മാർ അങ്ങനെ പറയാറില്ല. ഒരു ഉസ്താദ് പറയാണ്, നിങ്ങൾ ആരും ഹിന്ദു മതത്തിലോ ക്രിസ്ത്യാനി മതത്തിലോ ഉള്ള യുവാക്കളോടാണ് ഞാൻ പറയുന്നത് അവരോട് പറയാം, നിങ്ങൾ പെൺകുട്ടികളെ വിവാഹം ചെയ്യരുത്, നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നമ്മളറിയുന്നു ലവ് ജിഹാദ്, മറ്റടുത്ത് പ്രേമിച്ചു കൊണ്ടുവരിക, സ്നേഹിച്ചു കൊണ്ടുവരിക, കല്യാണം കഴിക്കുക, ഇതൊന്നും ഒരു മുസ്ലിമിന് യഥാർത്ഥത്തിൽ യോജിച്ച പണിയല്ല. ഒരാളങ്ങനെ അബദ്ധവശാൽ അങ്ങനെ ആയിപ്പോയി, ഒരുപക്ഷെ പ്രേമം സ്നേഹത്തിന് കണ്ടില്ല എന്ന് പറയുന്നു, അതൊക്കെ വേറെ വിഷയം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കല്ല. അപ്പൊ ഒരു ഉസ്താദിന്റെ ഉപദേശം. അപ്പൊ ഉസ്താദ്മാർ പറയുന്നതെല്ലാം തെറ്റാണ്, എല്ലാം മോശമാണ്, ഉസ്താദെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് എത്രമേൽ ശരിയാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്നിട്ട് ഈ സുഹൃത്ത് പറയാണ്, എനിക്ക് അതാണ് വലിയ അത്ഭുതമായത്, ഉസ്താദ് ഇതൊക്കെ പ്രസംഗിച്ചതിന് ശേഷം നിങ്ങളൊന്ന് കേട്ടു നോക്കി, ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉസ്താദ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഉസ്താദ് നിങ്ങളിപ്പോ ഈ പ്രാർത്ഥിക്കുന്നത് വയല് വരണതും സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കാണാന്നല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞമ്മക്കറിയില്ലല്ലോ. ശ്രദ്ധിക്കും ഉസ്താദെ, ശ്രദ്ധിക്കും. ഇതൊന്നും വലിയ സംഭവമല്ല ഉസ്താദ്. ഉസ്താദ് ഇതൊക്കെ പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് നമുക്കറിയുമല്ലേ, നിങ്ങളൊന്ന് ചെന്ന് നോക്കണം. ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ഈ ഉസ്താദിന്, ഈ പ്രിയപ്പെട്ട ഷഫീഖിനോട് ഞാൻ പറയാം, സുബഹിന്റെ മുമ്പ് സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഉസ്താദ് ജോലി ചെയ്യുന്ന പള്ളിയിലോ വീട്ടിലോ ഒന്ന് ചെന്ന് നോക്ക്. ഉസ്താദ് ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്, സൂക്ഷ്മതയുള്ളൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം. അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ ഒരിക്കലും പറയില്ല. അദ്ദേഹം ഒരുപാട് മസലുകൾ ചെറുപ്പക്കാർ കുട്ടികളോട് യോജിക്കുന്ന പല രീതിയിലുള്ള, കാരണം ഇന്ന് സ്വാഭാവികമായി താടിയൊക്കെ നിരച്ച തലയെക്കെട്ടിട്ട് ഉസ്താദ്മാരൊക്കെ പറഞ്ഞാൽ അല്ലെ പറയാ മൂപ്പരിപ്പം എന്താ പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തള്ളി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർക്ക് നല്ല ഇഷ്ടമാണെന്നല്ലോ. മൂപ്പർ ഇൻസ്റ്റാഗ്രാം ID നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഒരുപാട് യുവാക്കൾ ഇതിന്റെ ഫോളോവേഴ്സാണ്. അപ്പൊ അതൊക്കെ കണ്ടെത്തിയും അതിൽ ആനന്ദം കണ്ടെത്തിയും ആ ഉസ്താദുമാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഈമാനിന്റെ വെളിച്ചം കണ്ടെത്തുന്ന ഒട്ടനവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കേരളക്കരയിലും ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ അല്ലാത്ത ജില്ലകളും പലയിടത്തും ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവിടെ പറയുന്ന അവിടെ പോയി ആമീനെങ്കിലും പറഞ്ഞു, നിങ്ങൾ കേട്ടു ഒരു ആമീൻ അവിടുന്നെങ്കിൽ അവിടുന്ന് പറഞ്ഞില്ല നോക്കുക. ഒന്നും വലിയ കാര്യം. ഇതൊരു 2-2.5 മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളിയും പരിവട്ടവും ഓത്തും വായനയും തീനിയും അള്ളാഹപ്പൊടിയൊക്കെ എല്ലാവരും ഒന്നും ബിസിയാക്കി ഉസ്താദെ. ചിരിക്കും, ഒറ്റ ജീവിതമുള്ളൂ. ഇത് പിന്നെ എന്താ പറയാ, പണ്ടൊരാള് പറയുന്നത്, പിന്നെ എന്താ പറയാ മദ്യശബ്ദത്തിൽ എന്താ പറയാ കള്ള് കുടിക്കുന്നിടത്ത് പോയിട്ട് കള്ള് കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുമാതിരിയാണ്. അതിന് ഉസ്താദിനോട് മുർത്തദ്ദായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ. ഇസ്ലാമിനെ കളിയാക്കരുത്. ഇസ്ലാമിന് ഇതിപ്പോൾ ഈ നിയമം, ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഒരു മുസ്ലിം മതവിശ്വാസം അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ബഹുമാനിക്കണം. ഇസ്ലാമിലെ കർമ്മങ്ങളെക്കാളും പ്രധാനമാണ് എന്ത്, അദബ് എന്ന് പറഞ്ഞാൽ. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല സത്യത്തിൽ പുറത്തത്, ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ അതായത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അടയാളങ്ങൾ, ഇസ്ലാമിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിനെ അംഗീകരിക്കുക, അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്ത് ചെയ്താലും തെറ്റ്, അതൊക്കെ വെറുതെ. ജീവിതം ഒന്നേ ഉള്ളൂ. എന്താ പറയുക, ഏതെങ്കിലും രീതിയിൽ ആസ്വദിക്കുക ഉസ്താദ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ജീവിച്ച് നല്ല രീതിയിൽ പോട്ടെ ഉസ്താദ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കൂടെ കാര്യങ്ങൾ പോണ്. എന്ത് ചെയ്താലും തെറ്റ്. എന്തെത്താ അത് ലോകം. ഏതെങ്കിലും രീതിയിലല്ല
നമ്മൾ മറ്റൊരാളെ ഹറാസ് ചെയ്യാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ചിഹ്നത്തെ അവഹേളിക്കാതെ, അത് ഹിന്ദു മതമാണെങ്കിലും ശരി, ഒരു എന്താ പറയുക ബുദ്ധന്റെ പ്രതിമയാണെങ്കിലും ശരി, ഇനി ജൈനമതാണെങ്കിലും ശരി, ക്രിസ്ത്യാനിയാണെങ്കിലും, യേശുവിനാണെങ്കിലും ശരി, ശ്രീകൃഷ്ണനാണെങ്കിലും ശരി, ഏത് മതത്തിലെയും ഒരു ചിഹ്നത്തെയും, ഇപ്പൊ ശിവലിംഗം ഉദാഹരണം പറയാ, പലരും പല ട്രോളുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന, ഒരു നിലക്കും ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. ഖുർആനിൽ പോലും അധ്യാപനമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അന്യ മതസ്ഥരുടെ ഒരു ആരാധന വിഷയത്തെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കളിയാക്കരുത്, ചോദ്യം ചെയ്യരുത്, ആക്ഷേപിക്കരുത്. എന്തുകൊണ്ട്? അതുകൊണ്ട് തിരിച്ച് അവരിങ്ങോട്ട് ചെയ്യാം. അപ്പോഴാണ് വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ഒന്നിനെയും, പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം എന്ന് പറയുന്ന ലേബലിൽ ജീവിക്കുന്ന നമ്മൾ, പേര് കൊണ്ടല്ല, നമ്മൾ പേരിലും സ്റ്റേജിലൊന്നും അല്ല മുസ്ലിം ആവേണ്ടത്, സോഷ്യൽ മീഡിയയിലും അല്ല, നമ്മൾ സ്വന്തം കർമ്മത്തിലാണ്. നമ്മൾ കർമ്മത്തിൽ നമ്മൾ എപ്പോഴും മുസ്ലിം ആവണം, നമ്മളെ മനസ്സിൽ. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഇതൊക്കെ പറയുന്ന സമയത്ത് ഖുർആനിലുണ്ട്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫലയുമിൻ വമൻ ശാഅ ഫലയക്ഫുർ. അള്ളാഹുവിന്റെ സത്യം ഇവിടെ ഉണ്ട്. വേണ്ടവർക്ക് വിശ്വസിക്കുക, വേണ്ടവർക്ക് അവിശ്വസിക്കുക. ഖുർആനിൽ എങ്ങനത്തെ ഒരു അധ്യാപനം വേറെ ഏതെങ്കിലും മതഗ്രന്ഥത്തിലുണ്ടോ എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീന്. ആർക്കും ആരുടെ മതത്തിലും ഒന്നിനെയും കൈകടത്താനുള്ള ഒരവകാശവും ആരും കൊടുക്കുന്നില്ല. പക്ഷേ ഓരോ മതചിഹ്നത്തെയും ബഹുമാനിച്ചു കൊണ്ടാണ് ഓരോരുത്തരും നീങ്ങേണ്ടത്. അതാണ് നമ്മുടെ ചിഹ്നവും നമ്മളെ അടയാളവും നമ്മളെ ജീവിതവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മാത്രം പറയാണ്. വിശിഷ്യ ഷഫീഖിനോട് ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ദേഷ്യവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്കില്ല. ഈ വിഷയം കണ്ടപ്പോൾ പ്രതികരിക്കാതിരുന്ന തെറ്റാവോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.